ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബൂനാസ് ഹോം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നല്ല നാടൻ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സ്പെഷ്യൽ മസാല ഉണ്ട് ഉമ്മയുടെ. ചിക്കനും മീനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു മസാല വെച്ചിട്ടുള്ളൊരു കിടിലൻ ഐറ്റമാണ് ബ്രിഞ്ചാൾ ഫ്രൈ. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കൈമുറിച്ച് ഗൈസ്. പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്തൊരു മുള്ളുണ്ട്, അത് കൊള്ളാതെ നോക്കണം. ഇതിന് മസാലയിലേക്ക് ചേർക്കാനായിട്ടുള്ള 2 വേപ്പിലയും കൂടി പറിച്ചെടുക്കാം. നമ്മൾ വഴുതന കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത് ഈ മുള്ളുണ്ട്, അപ്പോൾ കയ്യിൽ കൊള്ളാതെ വേണം അതിനെടുക്കാം. ആദ്യം ചിലർ സിമ്പിളായിട്ടൊക്കെ ചെയ്യും, ഇച്ചിരി പണിയുണ്ടത്. അത് കുറച്ചിതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് നല്ല രീതിക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിലെടുക്കണം നമുക്ക്. നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്ത ഉടനെ തന്നെ ഇതിൽ ഒരു കളർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കുറച്ച് നേരം മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ മുക്കി വെക്കാം. നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, ഫിഷ് മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരിഞ്ജീരകം പൊടിച്ചത്, അരിപ്പൊടി, നല്ല നാടൻ അത്യാവശ്യം പുളിയുള്ള തൈര്, വെളിച്ചെണ്ണ, കറിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി ഇത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം വെച്ച വഴുതന നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ലപോലെ മസാല പുരട്ടി വെച്ച വഴുതനങ്ങ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും അതിൻ്റെ മസാല ഇതിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ പൊരിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ചൂടായി വന്ന പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ വഴുതന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതന ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം വഴുതനങ്ങ ഫ്രൈ, അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ചട്ടിച്ചോറ്. അധികം കറികളൊന്നുമില്ല. ഒരു ഉള്ളിമുളകുണ്ട്, തക്കാളി വാട്ടിയതുണ്ട്, അച്ചാറുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല കട്ട തൈരിട്ട് കൊടുക്കാം. കുറച്ച് തക്കാളിയും ഉള്ളിമുളകും കൂടി ഇങ്ങനെ എടുത്ത് ഒരു വഴുതനങ്ങ പൊരിച്ചത് എടുക്കാം. നമുക്ക് വഴുതനങ്ങ പൊരിച്ചത് ശരിക്കും നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ്, അത്യാവശ്യം കട്ടിയുള്ള നാരങ്ങ ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഒരു സവാളയും വെച്ച് എടുത്ത്
മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കൂലേ, അതേ ഒരു ഫീല് തന്നെ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ടിരുന്നൊക്കെ കഴിക്കും. 100% ഗ്യാരണ്ടി. ഒരു കറിവേപ്പിലയും വെച്ച് മസാലയും വെച്ച് അപ്പോൾ ഇതുപോലത്തെ കൊതിപ്പിക്കുന്ന ഭക്ഷണവും വ്യത്യസ്തമായ രുചികളുമായി നമ്മുടെ അബൂനാസ് ഹോം നിങ്ങളുടെ അരികിലേക്കുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ രുചികളും വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.